നമ്മുടെ വീടിൻ്റെ പടി വെറും പ്രവേശനവാതിൽ മാത്രമല്ല, അത് ദൈവിക ഊർജത്തിൻ്റെ കവാടമാണെന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. പടിപൂജ എന്നത് വീടിൻ്റെ എൻട്രൻസിൽ പൂക്കളും കോലവും അലങ്കരിച്ച് വിളക്ക് തെളിച്ച് ദൈവാനുഗ്രഹം സ്വാഗതം ചെയ്യാനുള്ള ഒരു ശുഭാചാരമാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയാണ് ലക്ഷ്മി ദേവി. വീട്ടിൽ ശുചിത്വവും പ്രകാശവും ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവി പ്രവേശിക്കും എന്നാണ് വിശ്വാസം. നമ്മുടെ കുടുംബത്തെ കാത്തുസൂക്ഷിക്കുന്ന ദൈവം, കുലദേവത പടിയിൽ സാന്നിധ്യമായി ഉണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് എൻട്രൻസിൽ കോലം അല്ലെങ്കിൽ രംഗോലി വരയ്ക്കുന്നത്. ദൈവത്തെ സ്വാഗതം ചെയ്യുന്നതിനും നെഗറ്റീവ് എനർജി അകത്തേക്ക് വരാതിരിക്കാൻ സഹായിക്കുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ പടിപൂജ എന്നാൽ നമ്മുടെ വീടിൻ്റെ കവാടത്തിൽ ലക്ഷ്മി ദേവിയെയും കുലദേവതയെയും ക്ഷണിച്ച് സമൃദ്ധിയും സംരക്ഷണവും പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ ആചാരമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ലളിതമായി പറഞ്ഞാൽ ഐശ്വര്യം വരാൻ, ദോഷങ്ങൾ, നെഗറ്റീവ് എനർജി എന്നിവ ഒഴിവാകാൻ, ലക്ഷ്മി ദേവിയെയും കുലദേവതയെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ, വീട്ടിൽ സമാധാനം, സന്തോഷം നിലനിർത്താൻ. പിന്നെ മറ്റൊരു കാര്യം, പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഗൃഹപ്രവേശന സമയത്ത് നമ്മൾ പടിപൂജ ചെയ്യാറുണ്ട്. വീടിൻ്റെ കട്ടില വെക്കുമ്പോൾ നമ്മൾ പടിപൂജ ചെയ്യാറുണ്ട്. കട്ടില വെപ്പ് ഒരു പ്രധാന ചടങ്ങാണല്ലോ. വീടിൻ്റെ പടി എന്നത് പുറത്തെ ലോകവും വീടിനുള്ളിലെ ഊർജവും തമ്മിലുള്ള അതിരാണ്. അതിനാൽ നല്ല ഊർജം അകത്തേക്ക് വരാനും ദോഷകരമായ ഊർജം പുറത്തു തന്നെ നിൽക്കാനും ഈ പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് ചെയ്യുന്നതിന് വിവിധ രീതികളുണ്ട്. എങ്കിലും സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത് പടിയിൽ പൂക്കൾ അലങ്കരിക്കുന്നു, വിളക്ക് കത്തിക്കാൻ ചെറിയ നിലവിളക്കിൽ മൺചിരാതിൽ നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നു, കോലം വരയ്ക്കുന്നു, മഞ്ഞൾ, കുങ്കുമം എന്നിവ വാതിൽപ്പടിയിൽ ഇടുന്നു, ചിലർ അക്ഷതം അഥവാ അരി വയ്ക്കുന്നു, പിന്നെ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദിവസങ്ങൾ സാധാരണയായി പടിപൂജ ചെയ്യാറ് വെള്ളിയാഴ്ചയാണ്. ദീപാവലി, നവരാത്രി, ഗൃഹപ്രവേശം സമയങ്ങളിലും പടിപൂജ ചെയ്യുന്നു. ലക്ഷ്മി ദേവി ശുചിത്വവും പ്രകാശവുമുള്ള വീടുകളിലേക്ക് പ്രവേശിക്കുമെന്ന വിശ്വാസമാണ് സാധാരണയുള്ളത്. പടിയിൽ കാൽ വെച്ച് ചവിട്ടരുതെന്ന് പറയാറില്ലേ പലപ്പോഴും പ്രായമായവർ. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമായ ഒരു കാര്യമല്ല പടിപൂജ. സാധാരണ ഒരു ചെറിയ വിഭാഗം ആളുകൾ ചെയ്യാറുണ്ടെങ്കിൽ കൂടിയും അധികം ആൾക്കാർക്കും പടിപൂജയെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഇനി അഥവാ ആരെങ്കിലും ചെയ്തത് കണ്ടാൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് വിചാരിക്കുന്നവരായിരിക്കും അധികവും. പക്ഷേ നമ്മൾക്ക് ഇപ്രകാരം പടിപൂജ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വാതിൽപ്പടി ഒരൽപ്പം പനിനീരൊഴിച്ച വെള്ളം കൊണ്ട് നനച്ച് തുടച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടിപൂജ ചെയ്യുന്ന ശ്രേഷ്ഠയായ സ്ത്രീയുടെ പേര് ലക്ഷ്മി. അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ പടിപൂജയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് റെക്കോർഡ് ചെയ്യാനുള്ള ഭാഗ്യവും ഉണ്ടായി. താങ്ക് യു ലക്ഷ്മി.